ശ്രീ ജയചന്ദ്രൻ അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ജയചന്ദ്രൻ, ഇപ്പോ കോടതിയിൽ നിൽക്കുന്ന കേസിന്റെ ഭാവി എന്താണ് എന്നാണ് അങ്ങ് കരുതുന്നത്? ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ശ്രീ മഹേഷ് പറയുകയായിരുന്നു, ഹൈക്കോടതിയിൽ നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, ചില തിരിച്ചടികൾ ഉണ്ടായതിന്റെ പേരിലാണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഭാവി എന്താണ് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? നിയമപരമായ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? നിയമപരമായിട്ട് പരിഹാരം ഉണ്ടായേ പറ്റൂ. രണ്ട്, സുപ്രീം കോടതിയിൽ നമ്മുടെ ഭരണകൂടങ്ങളുടെയൊക്കെ നിലപാടുണ്ടായിരുന്നു ആ കേസിൽ. ഇത് മതപരമായ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് നിർത്തണം. കാരണം ഇത് മതപരമായ ആചാരമൊന്നുമല്ല. മതപരമായ ആചാരമാണെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? മതപരമായ ആചാരമൊന്നുമല്ല. ഇത് തുടർന്നു വരുന്ന അനാചാരത്തിന്റെ ഭാഗം മാത്രമാണ്, അല്ലാതെ ഇത് ആചാരമൊന്നുമല്ല. അപ്പൊ ഈ അനാചാരങ്ങളെ നമുക്ക് ഇപ്പൊ പണ്ട് സതി നിർത്തിയപ്പോഴും ഇതേപോലെ കുറെ പേരുണ്ടായിരുന്നു, സതി നിർത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കിയവര്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാറ്റുന്ന സമയത്തും കുറെ അധികം ആചാര്യന്മാര് രംഗത്തിറങ്ങി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ അവകാശമാണ്, ആചാരമാണെന്ന്. അതേപോലെ തന്നെയുള്ള ഒരു ആചാരമുള്ള ഒരു വന്യജീവിയെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെതായ ഒരു ജീവിത സാഹചര്യവും ഒരുക്കാതെ, ഭക്ഷണം പോലും അതിന്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടതല്ല. നമുക്ക് എവിടെയാ പനിയോജനത്തിൽ നിന്ന് ജീവിക്കുന്ന ആനയുടെ കാറ്റുള്ളത്? ആന പനിയോജനത്തിൽ നിന്നല്ല കാറ്റ് ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെ പറമ്പുകുളം പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഒരു ദിവസം 120 തരം പച്ചക്കറികളും അതേപോലെയുള്ള കാര്യങ്ങൾ ഭക്ഷിക്കുമെന്നാണ് ആന ജീവിക്കുന്നത്. യഥേഷ്ടം നടന്ന് ആനയ്ക്ക് പറയുന്ന പോലെ അതിന്റെ ദഹനം ഒരിക്കലും പൂർണ്ണമല്ല. അപ്പൊ അതനുസരിച്ച് അതിന് ഭക്ഷണം വേണം, കൂടുതൽ ഭക്ഷണം വേണം. ഞാൻ അതിന്റെ ആ സാഹചര്യത്തിലേക്കല്ല പോകുന്നത്. ഇത് ആചാരമാണ് എന്ന് സർക്കാരെങ്കിലും ഒന്ന് നിർത്തണം, പറയണമെന്ന് നിർത്തണം. ഇത് അനാചാരമാണെന്ന് സർക്കാർ ആദ്യം തയ്യാറാവും. ശരി, വളരെയധികം നന്ദി ശ്രീ ജയചന്ദ്രൻ. അങ്ങയുടെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നവും കൂടിയുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമ പോരാട്ടത്തിന് പോവുകയും അതിപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നത്.